മദീന എന്ന മനോഹരമായ നാട്ടിൽ നീതിമാനും കരുണാമയനുമായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന രാത്രികളിൽ തന്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഉമ്മമാർക്കും സുഖമാണോ എന്നറിയാൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പതുക്കെ നടന്നു വരുമായിരുന്നു. അങ്ങനെ ഒരു തണുപ്പുള്ള രാത്രിയിൽ ഒരു കുടിലിൽ നിന്ന് ഒരു കുഞ്ഞ് വിശന്ന് കരയുന്നത് അവിടുന്ന് കേട്ടു. ആ കുടിലിനുള്ളിൽ ഒരു ഉമ്മ അടുപ്പത്ത് വെറും വെള്ളം മാത്രം തിളപ്പിക്കുകയായിരുന്നു. ഭക്ഷണം വേവുന്നുണ്ടെന്ന് കരുതി കുഞ്ഞ് കരച്ചിൽ നിർത്തി ഉറങ്ങിക്കൊള്ളും എന്ന് കരുതിയാണ് ആ ഉമ്മ അങ്ങനെ ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം വേദനിച്ചു. അവിടുന്ന് ഒട്ടും വൈകാതെ വേഗത്തിൽ ഓടിച്ചെന്ന് മാവും നെയ്യും ഈത്തപ്പഴവും അടങ്ങിയ വലിയൊരു ഭാണ്ഡം തയ്യാറാക്കി. സഹായികൾ അത് ചുമക്കാമെന്ന് പറഞ്ഞിട്ടും ഖലീഫ സമ്മതിച്ചില്ല. പരലോകത്തെ വിചാരണാ വേളയിൽ എന്റെ ഭാരം ചുമക്കാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വലിയ ഭാണ്ഡം സ്വന്തം തോളിലേറ്റി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുടിലിലേക്ക് തിരികെ നടന്നു. അവിടെയെത്തി തന്റെ സ്വന്തം കൈകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം പാകം ചെയ്തു നൽകി. ആ കുഞ്ഞുങ്ങൾ വയറു നിറയെ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നത് കണ്ടപ്പോൾ മാത്രമാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സമാധാനമായത്. തന്റെ നാട്ടിൽ ഒരു കുട്ടി പോലും വിശന്നിരിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച ആ വലിയ ഭരണാധികാരി ലോകത്തിന് കാണിച്ചുകൊടുത്തത് ഇസ്ലാമിലെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വലിയ